Assalamualaikum warahmatullahi ta'ala wabarakatuh. വെൽക്കം ടു ലോക്കൽ വാർത്തകൾ വായിക്കുന്നത് സെയ്ദ് മുസമ്മിൽ ഐദൂട്ടി നെല്ലിക്കപ്പറ ഫ്രം മമ്പൽ മുദാദർ പൈങ്ങണ്ണൂർ. വാർത്തകൾ ചുരുക്കത്തിൽ ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിത കമ്പ്യൂട്ടർ പരിശീലനം പൈങ്ങണ്ണൂർ മമ്പോൽ മുദ എഡ്യൂക്കേഷൻ ക്യാമ്പസിൽ സജീവമായി കവലപ്രസംഗങ്ങൾ സംഘടിപ്പിച്ചു. തീർത്ഥാടകർ വർദ്ധിച്ചതോടെ കൂടുതൽ സർവീസിന് വിമാന കമ്പനികൾ. കരിപ്പൂർ ഹജ്ജ് ക്യാമ്പ് ഒരുക്കങ്ങൾ തുടങ്ങി. മഴ. ഗുജറാത്ത് കൊൽക്കത്ത മത്സരം ഉപേക്ഷിച്ചു. വളാഞ്ചേരി പെങ്ങണ്ണൂർ സോണിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ജാഗ്രതാ മുന്നറിയിപ്പുമായി ലോക്കൽ ന്യൂസ് പൈങ്ങണ്ണൂർ. വാർത്തകൾ വിശദമായി. ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിത കമ്പ്യൂട്ടർ പരിശീലനം നൽകണം. വിരമിക്കാൻ 2 വർഷത്തിൽ കൂടുതലുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ വേർഡ് പ്രോസസ്സിംഗ് ചെയ്യുന്നതിനുള്ള പരിശീലനം നൽകണമെന്നും പരിശീലനത്തിനൊടുവിൽ പരീക്ഷ നടത്തണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്തു. കേരളത്തിൽ നിന്ന് ഈ വർഷം ഹജ്ജിന് അവസരം ലഭിച്ച തീർത്ഥാടകരുടെ എണ്ണം ക്രമീകരിതമായി വരുന്നതോടെ അഡീഷണൽ സർവീസിനൊരുങ്ങിയ വിമാന കമ്പനികൾ. കരിപ്പൂരിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസും കണ്ണൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്ന് സൗദി എയർലൈൻസുമാണ് ഹജ്ജ് സർവീസ് നടത്തുന്നത്. 3 ഇടങ്ങളിലായി 84 ഹജ്ജ് വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ തീർത്ഥാടകരുടെ എണ്ണം കൂടിയതോടെ കരിപ്പൂർ, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ അഡീഷണൽ സർവീസുകൾ വേണ്ടിവരും. കേരളത്തിൽ നിന്ന് ഈ വർഷം ഇതുവരെ 1819 പേർക്കാണ് അവസരം ലഭിച്ചത്. കഴിഞ്ഞ വർഷം 11,252 പേരായിരുന്നു തീർത്ഥാടനത്തിന് പോയത്. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പ് ഒരുക്കങ്ങൾ തുടങ്ങി. സംസ്ഥാനത്തെ ഹജ്ജ് കമ്മിറ്റി കീഴിൽ തീർത്ഥാടനത്തിന് പോകുന്നവർക്കുള്ള ഹജ്ജ് ക്യാമ്പ് മുന്നൊരുക്കങ്ങൾ കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ തുടങ്ങി. ഹജ്ജ് ഹൗസിൽ മുൻഭാഗത്ത് പന്തൽ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു. മഴ. ഗുജറാത്ത് കൊൽക്കത്ത മത്സരം ഉപേക്ഷിച്ചു. ഇന്നലെ നടക്കേണ്ടിയിരുന്ന IPLലെ ഗുജറാത്ത് ടൈറ്റൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. വളാഞ്ചേരി പൈങ്ങണ്ണൂർ സോണിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ജാഗ്രതാ മുന്നറിയിപ്പുമായി ലോക്കൽ ന്യൂസ് പൈങ്ങണ്ണൂർ. ഒരാഴ്ചയോളമായി മേഘാവൃത അന്തരീക്ഷത്തിലായിരുന്ന പൈങ്ങണ്ണൂർ സോണിൽ ശക്തമായ മഴ ലഭിച്ചു. ഇതിനു മുമ്പ് ഈ ആഴ്ചയിൽ തന്നെ 2 ദിവസം മഴ ലഭിച്ചതായി നാട്ടുകാർ പറഞ്ഞു. നാഫി പൈങ്ങണ്ണൂർ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ നാഫി, കേൾക്കാമോ? എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥകൾ? നാഫി പൈങ്ങണ്ണൂർ. ഞാനിപ്പോൾ വളാഞ്ചേരി പൈങ്ങണ്ണൂരിലാണ് നിൽക്കുന്നത്. ഇവിടെ നല്ല കനത്ത മഴയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിദ്യാർത്ഥികളെല്ലാം മഴ കാരണം കളിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മോടൊപ്പം അർഷദ് വാർപ്പുറമാണ്. അർഷദ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഫ്രം മമ്പൽ ഉദാദാസ് പൈങ്ങണ്ണൂർ. ഒരാഴ്ചയോളമായി മഴക്കാർ അന്തരീക്ഷമായിരുന്നു. 2 ദിവസം മഴ ലഭിച്ചു. ഇന്ന് രാവിലെ ശക്തമായ മഴയാണ്. പാടവും പറമ്പും ഒക്കെ വെള്ളം നിറഞ്ഞു. ഓക്കെ. ക്യാമറൻ റയ്യാനോടൊപ്പം ജിലാൽ പാറപ്പുറം. ഓക്കെ നാഫി. വാർത്തകൾ ഒരിക്കൽ കൂടി. ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിത കമ്പ്യൂട്ടർ പരിശീലനം നൽകണം. പൈങ്ങണ്ണൂർ മമ്പോൽ ഹുദ എഡ്യൂക്കേഷൻ ക്യാമ്പസിൽ സജീവമായി കവലപ്രസംഗങ്ങൾ സംഘടിപ്പിച്ചു. തീർത്ഥാടകർ വർദ്ധിച്ചതോടെ കൂടുതൽ സർവീസിന് വിമാന കമ്പനികൾ. കരിപ്പൂർ ഹജ്ജ് ക്യാമ്പ് ഒരുക്കങ്ങൾ തുടങ്ങി. മഴ. ഗുജറാത്ത് കൊൽക്കത്ത മത്സരം ഉപേക്ഷിച്ചു. വളാഞ്ചേരി പൈങ്ങണ്ണൂർ സോണിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ജാഗ്രതാ മുന്നറിയിപ്പുമായി ലോക്കൽ ന്യൂസ് പൈങ്ങണ്ണൂർ.